എനിക്ക് ചിരിക്കാൻ വയ്യാട്ടാ. എന്തൊക്കെയായിരുന്നു ആദിവാസി അമ്പുമ്പില്ലും ഒലക്കയുടെ മൂട്. ഞാൻ രാജിവെക്കത്തില്ല, ഇത് കൂറകളാണ്, പാറ്റകളാണ്, ഇവന്മാരെ കൊണ്ട് ഈ രാജ്യത്ത് ഒരു പുല്ലും നടക്കത്തില്ലെന്ന് ഇന്ന് രാവിലെയും കൂടെ സമൂഹ മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലും നമ്മുടെ കേരളത്തിലുള്ള ചില മരവാണ സംഘി കൂതറ കീടങ്ങൾ വന്നിരുന്നുണ്ട്. കരഞ്ഞങ്ങ് മെഴുകായിരുന്നു. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കാനോ? അതൊന്നും നടക്കുന്ന കേസിട്ടൊന്നുമല്ല, അതൊന്നും നടക്കത്തുമില്ല. നീയൊക്കെ ഇനി എന്തൊക്കെ കാണിച്ചാലും നമ്മുടെ അമിത്ഷായും നരേന്ദ്രമോദിജി ഉള്ളിടത്തോളം കാലം ഞങ്ങളുടെ മന്ത്രിസഭയിൽ നിന്ന് ഒരുത്തനും രാജിവെക്കത്തില്ല. അത് വിചാരിച്ച് നീ ഒന്ന് സമയം കളയണ്ടെന്ന് പറഞ്ഞു. കൂറകളെന്നൊക്കെ വിളിച്ച് അധിക്ഷേപിച്ചില്ലേ? ആ പാറ്റകളുടെ പവർ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായ? 1092 കുട്ടികൾ ഈ നീറ്റ് പരീക്ഷ ചോദ്യപേപ്പറുമായി ബന്ധപ്പെട്ട് ഈ രാജ്യത്ത് കൊല്ലപ്പെട്ടു. ഈ രാജ്യത്തിൻ്റെ ഭാവി വാഗ്ദാനങ്ങൾ, ഇനി നമ്മുടെ ഈ രാജ്യത്തെ മുന്നോട്ട് നയിക്കേണ്ടവർ, അവർക്ക് മുന്നിൽ ഒരു പാർട്ടിയും ഒരു സർക്കാർ ഒരു പുല്ലും അല്ല എന്നുള്ളത് ഇപ്പോൾ തെളിഞ്ഞല്ലോ അല്ലേ? നമ്മുടെ ധർമ്മേന്ദ്ര പ്രധാൻജി അങ്ങ് രാജിവെച്ചിട്ടുണ്ട്. കാരണം രാജിവെച്ചില്ല എന്നെങ്കിൽ പുതിയ സംരംഭമായിട്ട് പാറ്റകൾ വരാൻ പോകുന്നു എന്നുള്ള ഒരു വാർത്ത വന്നായിരുന്നു. അതായത് ഇപ്പോൾ ഈ ജന്തർ മന്ദറിൽ നടക്കുന്ന ഈ ഒരു സമരത്തിൻ്റെ മറ്റൊരു വേർഷനും കൂടെ കാണാൻ പോകുന്നു. രാജ്യത്തിൻ്റെ വിവിധ സംസ്ഥാനങ്ങളിൽ ഈ ഒരു സമരം അങ്ങോട്ട് വ്യാപിച്ചിരിക്കുകയാണ്. ഇപ്പം പഞ്ചാബ്, അതുപോലെ ആസാം, അങ്ങനെ UP, അങ്ങനെ പല സംസ്ഥാനങ്ങളിലും ഈ സമരം അങ്ങോട്ട് ശക്തി പ്രാപിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവന്മാർക്ക് മനസ്സിലായി. കാരണം ഇവരുടെ നേതാക്കന്മാർക്കൊന്നും പുറത്തിറങ്ങാൻ വയ്യ. പുറത്തിറങ്ങിയ പിള്ളേരെ അടിച്ച് ഇവനൊക്കെ അകത്തേക്ക് കയറ്റി വിട്ടുകൊണ്ടിരിക്കുക. ഈ രാജ്യത്തിൻ്റെ പവർ എന്ന് പറയുന്നതേ ഈ രാജ്യത്തെ പൗരന്മാരാണ് കേട്ടോ. അല്ലാതെ നിനക്കൊക്കെ ഭരണം തന്നത് ഈ രാജ്യത്തുള്ള ജനങ്ങളെ സേവിക്കാൻ വേണ്ടിയാ. അതല്ലാതെ നീയൊക്കെ കട്ടുമുടിച്ച് ഇവിടുത്തെ വലിയ കോർപ്പറേറ്റുകൾക്ക് വേണ്ടി ഉണ്ടാക്കി ഒലത്തി കൊടുക്കാൻ വേണ്ടിയല്ല നിന്നെയൊക്കെ ഇവിടെ നിലനിർത്തുന്നത്. എന്തായാലും തോറ്റു തുന്നം പാടി പാറ്റകൾ കറമ്പി ഈ താമരയൊക്കെ അങ്ങോട്ട് പൊടിച്ചു കളഞ്ഞെന്നുള്ളതാണ് നമ്മൾ ഈ കേൾക്കുന്നൊരു വാർത്ത. എനിക്ക് എന്തായി ജന്തർ മന്ദറിൽ സമരം നടത്തിയിട്ടുള്ളവരും അതുപോലെ അവിടെ അടിമേടിച്ചിട്ടുള്ള 100 കണക്കിന് കുട്ടികൾ, ഒരു സഹോദരി മരണപ്പെട്ടിട്ടുള്ള വാർത്തയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അത് ജെന്യുവിനാണോ, എത്രത്തോളം അത് ശരിയാണോ, അല്ലെങ്കിൽ നമ്മുടെ ഇവിടുത്തെ മുഖ്യധാരാ മാധ്യമങ്ങളൊക്കെ മുക്കി വെച്ച വാർത്തയാണോ എന്ന് അറിയാൻ മേലാത്തതുകൊണ്ടാണ് അതിനെക്കുറിച്ച് ഞാൻ പ്രതികരിക്കാൻ. ഇനി അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം നടന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ വിജയം ആ കുട്ടിയുടെ വിജയം കൂടെയാണ് കേട്ടോ. എന്തായാലും ധർമ്മേന്ദ്ര പ്രധാൻ നമ്മുടെ രാജിവെച്ചിരിക്കുന്നു. സന്തോഷകരമായ വാർത്തയൊന്നും കേട്ടതിനൊപ്പം ഈ രാജ്യത്ത് സമരം ചെയ്യുന്നവരെയൊക്കെ തീവ്രവാദിയെന്നും അവർ രാജ്യദ്രോഹിയാണെന്നൊക്കെ വിളിക്കുന്നവർക്ക് ഒരു കിണ്ണം കാച്ച മറുപടി നമ്മുടെ സഹോദരൻ കൊടുക്കുന്നുണ്ട്. അണ്ണാക്കിൽ അടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ധർമ്മേന്ദ്ര പ്രധാനെ രാജിയായിരുന്നു വിദ്യാർത്ഥികൾ ആവശ്യപ്പെട്ടത്. ആ രാജിയിലേക്ക് രാജിയല്ലാതെ മറ്റൊരു പ്രതിസന്ധിയില്ല എന്ന രീതിയിൽ സമരം മുന്നോട്ട് പോകുമ്പോൾ മറ്റു മാർഗങ്ങളില്ലാതെ രാജിവെച്ചിരിക്കുകയാണ് ധർമ്മേന്ദ്ര പ്രധാൻ. വിനിഷ, കേന്ദ്ര സർക്കാർ പാർട്ടികളുടെ സമരത്തിന് മുന്നിൽ കീഴടങ്ങിയിരിക്കുകയാണ്. ധർമ്മേന്ദ്ര പ്രധാൻ വിദ്യാഭ്യാസ മന്ത്രി പദവിയിൽ നിന്നും രാജിവെച്ചിരിക്കുകയാണ്. അല്പനിമിഷം മുമ്പാണ് അദ്ദേഹം രാജിക്കത്ത് സമർപ്പിച്ചിരുന്നത്. 3ാം ഘട്ട ചർച്ചയ്ക്ക് മുമ്പായി ഇനി വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയല്ലാതെ മറ്റൊരു ഒരു ആവശ്യം തങ്ങൾക്കില്ല. ഇനി ഏതെങ്കിലും തരത്തിലുള്ള ചർച്ച നടത്തണമെങ്കിൽ അത് ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി വെച്ചതിന് ശേഷം മാത്രം ഇനിയുള്ള ചർച്ച എന്നുള്ള വിഷയത്തിൽ മാത്രമായിരുന്നു CJP ഉറച്ചു നിന്നിരുന്നത്. ഈ ചർച്ചയ്ക്ക് ഇനി കേവലം 1 മണിക്കൂർ മാത്രമാണ് അവശേഷിക്കുന്നത്. ഈ 2:30 കഴിയുമ്പോൾ ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം ഉണ്ടാകും എന്നുള്ളൊരു കാര്യം ഇന്നലെ മന്ത്രിമാർ ഉറപ്പു നൽകിയതാണ്. അങ്ങനെ കേന്ദ്രമന്ത്രിമാരായ JP നദ്ദയും അതേപോലെ തന്നെ മറ്റു മന്ത്രിമാരും അടങ്ങുന്ന ഒരു സംഘമാണ് ഇന്നലെ ചർച്ച നടത്തിയത്. ഈ ചർച്ച നടത്തിയതിനു ശേഷം ഈ CJPയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെല്ലാം ഈ ചർച്ചയിൽ കൃത്യമായി അമിത്ഷായും നരേന്ദ്രമോദിയും ഉൾപ്പെടെയുള്ള കേന്ദ്രമന്ത്രിമാരോട് ഇവർ സംസാരിച്ചിരുന്നു. അതിനുശേഷമാണ് ഇക്കാര്യത്തിൽ ഇനിയിപ്പോൾ ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വന്നത്. കാര്യം CJP നേതാവായിട്ടുള്ള അഭിജിത് ലിപ്കെ കൃത്യമായ ഒരു മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇനിയിപ്പോൾ അത് ധർമ്മേന്ദ്ര പ്രധാൻ അല്ല രാജിവെക്കുന്നതെങ്കിൽ, രാജിവെക്കാതെ അദ്ദേഹം നീണ്ടുപോവുകയാണെങ്കിൽ അടുത്ത രാജി ഞങ്ങൾ ആവശ്യപ്പെടാൻ പോകുന്നത് നരേന്ദ്രമോദിയുടേതായിരിക്കും എന്നുള്ള ഒരു അന്ത്യശാസനം നൽകിയിരുന്നത്. ആ അന്ത്യശാസനം ഇപ്പോൾ ഏറ്റു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാകുന്നത്. കാരണം ഇന്നലെ നടന്ന ചർച്ചയ്ക്ക് ശേഷം കേവലം ഇവിടെ മാത്രമല്ല, ഡൽഹിയിൽ മാത്രമല്ല, അഹമ്മദാബാദിലും പ്രക്ഷോഭങ്ങൾ നിരവധി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പടരുകയാണ്. ബീഹാറിൽ പ്രക്ഷോഭം ഉണ്ടായിരിക്കുകയാണ്. അവിടെ പോലീസിന് കണ്ണീർവാതകം പ്രയോഗിക്കേണ്ടി വന്നു. ഡൽഹിയിൽ കണ്ണീർവാതകം പ്രയോഗിക്കേണ്ടി വന്നു. അലഹബാദിലെ റാലിയും വലിയ തരത്തിലുള്ള സംഘർഷത്തിലേക്ക് പോവുകയാണ്. ഈ സാഹചര്യത്തിലാണ് ഇനി സംഘർഷം ഇനി മുന്നോട്ട് പോകാതിരിക്കണമെങ്കിൽ, അതായത് നാളെ ഇതിനകം തന്നെ അടുത്ത ഘട്ടം സമരം CJP പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഈ സമരവുമായി മുന്നോട്ട് പോകാതിരിക്കണമെങ്കിൽ ഇനി കീഴടങ്ങുകയല്ലാതെ വേറെ ഒരു മാർഗവും മുന്നിലില്ല എന്നുള്ളൊരു വ്യക്തമായിരിക്കുകയാണ്. കാര്യം അവസാന നിമിഷം വരെ ഈ രാജിവെക്കാതെ പിടിച്ചു നിൽക്കുകയായിരുന്നു കേന്ദ്ര സർക്കാർ ചെയ്തിരുന്നത്. പക്ഷേ ഇനി സോനം വാങ്ചുക്ക് രാജിവെക്കുന്ന കാര്യം പരിഗണിക്കണം എന്നതിലേക്ക് കാര്യം ഒടുവിൽ എത്തിയിരുന്നെങ്കിൽ പോലും
ഏറ്റവും ഒടുവിൽ സോനം വാങ്ങിക്കൽ പോലും കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികൾ അങ്ങനെ പല എംപിമാരും തള്ളിപ്പറയുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നു. അതുകൊണ്ട് ഞങ്ങളുടെ ഒന്നാമത്തെ ആവശ്യം ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുകയാണ് എന്നുള്ളതിൽ ഉറച്ചു നിൽക്കുകയാണ് അഭിജിത് ദീപ്കെ ഉൾപ്പെടെയുള്ളവർ. അല്ലാത്തൊരു പക്ഷം ഇനി ഒരു ചർച്ചയെ വേണ്ട എന്ന് തന്നെ പറഞ്ഞിരുന്നു. അങ്ങനെ രാജ്യത്ത് ഉയർന്നു വന്ന യുവജന പ്രക്ഷോഭത്തിന്റെ മുന്നിൽ ഇപ്പോൾ കേന്ദ്ര സർക്കാർ മുട്ടുമടക്കിയിരിക്കുകയാണ്. വിദ്യാർത്ഥി സമൂഹത്തെ രാജ്യദ്രോഹി എന്ന് വിളിക്കുന്ന യഥാർത്ഥ രാജ്യദ്രോഹികൾക്ക് ഈ ചെറുപ്പക്കാരൻ കൊടുക്കുന്ന മറുപടിയും കൂടെ ഒന്ന് കേട്ടോ. പാണ്ടി കരിമ്പാറ മക്കളോട് ഞങ്ങൾ ഒരു കാര്യം പറഞ്ഞുതരാം. തീവ്രവാദി നിങ്ങളെ തന്ത, ഭീകരവാദി നിങ്ങളെ ബാക്കിയുള്ള തന്തമാർ. സമരം ചെയ്യുന്നവൻ തീവ്രവാദി, സമരം ചെയ്യുന്നവൻ ഭീകരവാദി. ഈ ഡൽഹിയുടെ തെരുവോരങ്ങളിൽ ഇപ്പൊ വലിയ സമരങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ സമരത്തെയൊക്കെ തീവ്രവാദികളെന്നും ഭീകരവാദികളെന്നും വിളിക്കുന്ന പാണ്ടി കരിമ്പാറ മക്കളോട് ഞങ്ങൾ ഒരു കാര്യം പറഞ്ഞുതരാം. എന്ത്? ഇനി മേലാൽ ഈ രാജ്യത്തിന്റെ സമര കേന്ദ്രങ്ങളിൽ സമരമായി നിൽക്കുന്ന മനുഷ്യരെ നോക്കി ഈ രാജ്യത്തെ ഏറ്റവും വലിയ ഭീകരവാദികൾ, ഈ രാജ്യത്തെ ഏറ്റവും വലിയ തീവ്രവാദികളായിട്ടുള്ള സംഘപരിവാർ പറയാണ് അവര് തീവ്രവാദിയാണ്. ഇന്നലെ ഞാനൊരു ഫേസ്ബുക്കിൽ പോസ്റ്റ് ഉണ്ട്, അതാണ് എനിക്ക് പറയാനുള്ളത്. തീവ്രവാദി നിങ്ങളെ തന്ത, ഭീകരവാദി നിങ്ങളെ ബാക്കിയുള്ള തന്തമാർ എന്ന് ഒരു സിനിമയിൽ ശ്രീനിവാസന്റെ ഡയലോഗ് ഉണ്ട്. അതാണ് സംഘപരിവാറുകാരനോട് പറയാനുള്ളത്. ഈ രാജ്യത്തെ വിദ്യാർത്ഥികളുടെ ഭാവിക്ക് വേണ്ടി സമരം ചെയ്യുന്നവരെ തീവ്രവാദികളാക്കി ചിത്രീകരിക്കുന്നവരോട്, ഭീകരവാദികളാക്കി ചിത്രീകരിക്കുന്നവരോട് ഞങ്ങൾ പറയുന്നു, തീവ്രവാദികളൊക്കെ നിങ്ങളെ വാപ്പാരായിരിക്കും. കാരണം എന്താ അറിയോ? ഈ രാജ്യത്ത് ആ ബ്രിട്ടീഷുകാർ ഈ രാജ്യത്ത് കീഴടക്കി ഇവിടെ ഭരിക്കുമ്പോൾ ബ്രിട്ടീഷുകാർക്ക് വേണ്ടി പാദസേവ ചെയ്ത് അന്ന് ഈ രാജ്യത്തിന് വിരുദ്ധമായി രാജ്യവിരുദ്ധരായി പ്രവർത്തിച്ചവരാണ് നിങ്ങൾ. നിങ്ങൾ പണ്ടും രാജ്യവിരുദ്ധരാണ്, ഇപ്പോഴും ഈ രാജ്യത്തിനെതിരാണ്. രാജ്യത്തിന്റെ ഭരണകൂടത്തിന്റെ അധികാരം ചില സാങ്കേതിക കാരണങ്ങളുടെ പേരിൽ നിങ്ങളുടെ കയ്യിലുണ്ട് എന്നതുകൊണ്ട് നിങ്ങൾ ഭീകരവാദികളല്ലാതിരിക്കില്ല, നിങ്ങൾ ഭീകരവാദികളാകാതിരിക്കില്ല, നിങ്ങൾ തീവ്രവാദികളാകാതിരിക്കില്ല. ഈ രാജ്യ തലസ്ഥാനത്ത് നടക്കുന്ന സമരങ്ങളെ ഒറ്റുകൊടുക്കുന്നവർ, ഈ രാജ്യ തലസ്ഥാനത്ത് നടക്കുന്ന സമരങ്ങളെ കണ്ടില്ലെന്ന് നടിക്കുന്നവരോട് ഞങ്ങൾ പറയുന്നു, ഈ സമരം ആളിപ്പടരും. ഇപ്പോ കേന്ദ്ര ഗവൺമെന്റിന് നിയന്ത്രിക്കാൻ കഴിയാത്ത രൂപത്തിൽ, വലിയ രൂപത്തിൽ മുന്നോട്ട് 56 ഇഞ്ച് നെഞ്ചളവുള്ള ആളൊക്കെ ഇന്നലെ ലൈവ് വരികയാണ്. എന്താ ഗതികേട് കൊണ്ടാണ് നരേന്ദ്രമോദിയെ കൊണ്ട്, ഈ കാലം വരെ പത്രക്കാരെ കാണാത്ത നരേന്ദ്രമോദിയെ കൊണ്ട് ഒരു ലൈവ് വീഡിയോ ചെയ്യിക്കേണ്ട ഗതികേടിലേക്ക് അയാളെ എത്തിച്ചതിൽ ഈ സമരത്തിന് വലിയ വിജയമുണ്ടായിട്ടുണ്ട് എന്നതാണ് സൂചിപ്പിക്കാനുള്ള. വരും കാലങ്ങളിൽ ഈ സമരം ഈ രാജ്യത്തിന്റെ മുന്നിൽ ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയിലല്ലാതെ ഈ സമരം അവസാനിക്കില്ല എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട്, എന്താണെങ്കിലും സന്തോഷം അടക്കാൻ വരാട്ടാ. എന്തൊക്കെ വീമ്പളക്കലായിരുന്നു. എനിക്ക് സത്യം പറഞ്ഞ നമ്മുടെ ലസിതാമ്മയും അതുപോലെ നമ്മുടെ ഞാൻ ഭാരതീയൻ എന്നൊക്കെ പറഞ്ഞ കുറെ ഊളകളുണ്ടല്ലോ, ഇവരൊക്കെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയ കിടന്ന് അങ്ങ് വിറകുമായിരുന്നു. പാറ്റകളോ അതിനെയൊക്കെ അവിടുന്ന് അങ്ങോട്ട് അടിച്ചോടിക്കും. ഞങ്ങളുടെ ജിമാരുള്ളത് കൊണ്ട് ഇവിടെ ഒരു പുല്ലും നടക്കത്തില്ല. പിന്നെ ഇവർക്ക് പ്രത്യേകമായിട്ട് ബംഗ്ലാദേശിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും മറ്റേ അങ്ങ് ഖത്തറിൽ നിന്നൊക്കെ ഫണ്ട് വരുന്നുണ്ട്. തീവ്രവാദ സംഘടനകളൊക്കെ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഈ സംഘടനയുടെ സമരം പൊളിക്കാൻ വേണ്ടി ഈ RP ഹുസൈൻ എന്ന് പറയുന്ന ഈ വേട്ടാവളിയനടക്കം ഇവിടുത്തെ സംഘപരിവാർ രാജ്യദ്രോഹികൾ മുഴുവനും അഴിഞ്ഞാടിയിട്ടും ഈ വിദ്യാർത്ഥി സമൂഹത്തിന്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കത്തില്ല എന്ന് ഇന്ത്യ ഭരിക്കുന്ന നമ്മുടെയൊക്കെ പ്രധാനമന്ത്രിക്ക് സംഭവം പിടികിട്ടി. അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെ സ്ഥാനവും തെറിക്കുമോ എന്നുള്ളത് ഏകദേശം ഒരു രൂപം കിട്ടിയതുകൊണ്ട് ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചോളാൻ നമ്മുടെ ജി അങ്ങോട്ട് പറഞ്ഞു. രാജിവെച്ചിട്ടുണ്ട്. ഇനി എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നതെന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. എന്തായാലും പാറ്റകളുടെ മുമ്പിൽ നാണം കെട്ട് ഇവർ രാജിവെച്ചിരിക്കുന്നു. സവർക്കർ നക്കിയതിനെക്കാട്ടിലും അപ്പുറത്തെ രീതിയിൽ ഇവന്മാരെ കൊണ്ട് നക്കിച്ച് രാജിവെപ്പിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഒരുപാട് സന്തോഷം. ഈ വാർത്ത കണ്ടിട്ട് നിങ്ങൾക്ക് സന്തോഷമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കമൻറ്റുകൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അടുത്തൊരു വീഡിയോ കാണാം. ബൈ.